അഡ്വക്കേറ്റ് വിനോദ്, നോക്കൂ, ഇന്ന് ഡൽഹിയിൽ ഒരു സമരം നടന്നു. അത് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കായിരുന്നു. E20 വിഷയം മുൻനിർത്തിക്കൊണ്ടായിരുന്നു ആ ഒരു സമരം നടന്നത്. ഇതിൽ ഉയർന്നു വരുന്ന ഒരു വിഷയം, പഞ്ചാബിലെ കർഷകർക്ക് ഏറെ ഗുണകരമാണ് E20 എന്നാണ് പുറത്തു വരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ. അതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രതികരണങ്ങളൊക്കെ കഴിഞ്ഞ 2-3 ദിവസമായി മാധ്യമങ്ങളിൽ വളരെ സജീവമായി ഉണ്ട്. പക്ഷേ ആ കർഷകർക്ക് ഗുണം കിട്ടുന്ന ആ ഒരു കാര്യത്തിനെതിരെയാണ് കേജ്രിവാൾ രാജ്യതലസ്ഥാനത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക്, ഇങ്ങനെ വസതിയിലേക്ക് മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ കേജ്രിവാളിൻ്റേത് ഒരു ഇരട്ടത്താപ്പാണ് എന്നുള്ള ഒരു വിമർശനം ശക്തമായിരിക്കുകയാണ്. AAPയുടെ പ്രതികരണം എന്താണ്? ജനാധിപത്യത്തിൽ വിമർശിക്കാം, സമരം ചെയ്യാം, ചർച്ചകൾ നടത്താം. ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ കർഷകരുടെ താല്പര്യങ്ങളെ മുൻനിർത്തി അതിനൊപ്പം നിൽക്കാം. നമ്മുടെ നാട്ടിലെ വർക്ക്ഷോപ്പിലെ ജീവനക്കാർ പറയുന്നത് പോലെ ഇത് പ്രശ്നമാണെന്ന് പറഞ്ഞ് ഡിബേറ്റ് ചെയ്യാം. അതൊക്കെ ജനാധിപത്യത്തിൽ അത് ചെയ്യാമല്ലോ. പിന്നെ ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കണം. ഇപ്പൊ ജനം ടിവിയുടെ ഹെഡിങ് തന്നെ ഉണ്ട്, വീണ്ടും കലാപത്തിന് കോപ്പ് കൂട്ടുകയും. സത്യത്തിൽ എന്തോ ഒരു വേദനാജനകമായ, അല്ലെങ്കിൽ ഒരു ചാനൽ ഫ്ലോറിൽ വന്നിരുന്ന ഞാൻ കുറച്ചുകൂടെ രൂക്ഷമായ പദപ്രയോഗം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ എത്രമാത്രം വേദനാജനകമായ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന, അല്ലെങ്കിൽ ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു ഹെഡിങ് ആണ് ജനം ടി വി, പ്രിയപ്പെട്ട ജനം ടി വി, നിങ്ങൾ സത്യത്തിൽ ഈ ഒരു ചർച്ചയുടെ ഹെഡിങ് ആയി കൊടുത്തിരിക്കുന്നത്. വീണ്ടും കലാപത്തിന് കോപ്പ് കൂട്ടുക. എന്ത് കലാപം? നോക്കൂ, അവിടെ ഇന്ന് കേജ്രിവാൾ എന്താ ചെയ്തത്? അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. ജനാധിപത്യ സമരത്തിൽ അദ്ദേഹത്തിന് E20യുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടി ഞങ്ങൾക്കും വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം ഇന്ത്യയുടെ പ്രധാനമന്ത്രി, എന്റെ കൂടി പ്രധാനമന്ത്രിയായ ശ്രീ അരവിന്ദ് കേജ്രിവാളിന്റെ കൂടി പ്രധാനമന്ത്രിയായ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് പോയി ഡിയർ പ്രൈം മിനിസ്റ്റർ എന്ന, അതാണ് തുടക്കം, പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ഫാസിസ്റ്റായ പ്രധാനമന്ത്രി എന്നോ, വിദ്യാഭ്യാസമില്ലാത്ത പ്രധാനമന്ത്രി എന്നോ, ജനത്തെ കേൾക്കാത്ത പ്രധാനമന്ത്രി എന്നോ, അല്ലെങ്കിൽ രാത്രി 12 മണിക്ക് വന്ന് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന പ്രധാനമന്ത്രി എന്നോ, അതല്ലെങ്കിൽ പിന്നെ ഐൻസ്റ്റീൻ ഫയലിലൊക്കെ പേര് വന്നതിന്റെ വിമർശനം ഉള്ള പ്രധാനമന്ത്രി എന്നോ, അല്ലെങ്കിൽ ലോക്സഭയില് പ്രതിപക്ഷം ആക്രമിക്കുന്നത് കൊണ്ട് ആ വഴിക്കോട്ട് പോകാത്ത പ്രധാനമന്ത്രി എന്നോ ഒന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. ഡിയർ പ്രൈം മിനിസ്റ്റർ എന്നാണ് പറഞ്ഞത്. 3 ആവശ്യമാണ് ഉന്നയിച്ചത്. പെട്രോൾ പമ്പുകളിൽ E20 പെട്രോളിന് പോലെ തന്നെ, അല്ലെങ്കിൽ പെട്രോളും പമ്പുകളിൽ E20യും ഒപ്പം ശുദ്ധമായ പെട്രോളും ലഭിക്കണം. അതുപോലെ തന്നെ E20 പെട്രോൾ സാധാരണ പെട്രോളിനേക്കാളും വില കുറച്ച് ലഭിക്കണം. പെട്രോൾ വിലയ്ക്ക് ലിറ്ററിന് 84 രൂപ ലഭിക്കണം. ഇത് ന്യായമായിട്ടുള്ള ഒരാവശ്യമായി ഇന്ത്യയിലെ പ്രതിപക്ഷവും അല്ലെങ്കിൽ മറ്റു മനുഷ്യരും ഒക്കെ സംസാരിക്കുന്ന ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് നിവേദനം കൊടുക്കാൻ പോയതാണ്. ഇതിൽ എന്താണ് കലാപം? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കാം. ഞാൻ ചോദിക്കാം, ചില ചോദ്യങ്ങൾ ചോദിക്കാം. 90-92 ഇന്ത്യയിൽ രാമക്ഷേത്രം പണിയണം എന്ന് പറഞ്ഞു ഒരു പള്ളി പൊളിക്കുകയും ആ പള്ളി പൊളിക്കുന്നതിന് വേണ്ടി അതിനു മുമ്പ് കർഷകരുടെ സ്ഥിരമായ യാത്രകൾ നടത്തുകയും കർഷകരുടെ ശവശരീരം എടുത്തുകൊണ്ട് ഇന്ത്യ ഒട്ടാകെ സഞ്ചരിക്കുകയും അതിലൂടെ രഥയാത്ര നടത്തുകയും ചെയ്ത ഒരു കലാപത്തിന്റെ രീതി കേജ്രിവാൾ ചെയ്തോ? ഇല്ല. നമുക്കറിയാമല്ലോ ഗോദ്ര കലാപം. നമുക്ക് അത് 2 വശവും സംസാരിക്കും. ഞാൻ അതിൽ ഒരു വശത്തിൽ മാത്രം നിൽക്കുന്ന ഒരാളല്ല. എന്നാൽ പോലും ഒരു മുഖ്യമന്ത്രി, ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ആയി അന്ന് ഡെക്കാൻ ക്രോണിക്കിൾ അടക്കം, അന്നത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അടക്കം പറഞ്ഞതിന്റെ വാർത്തകൾ വന്നതാണ്. അദ്ദേഹം പറഞ്ഞൊരു പരാമർശം, അതായത് ആക്ഷനും റിയാക്ഷനുമാണെന്നാണ്. അതായത് ഒരു സ്ഥലത്ത് ജനങ്ങൾ മരിച്ചു വീഴുമ്പോൾ അത് എന്ത് കാരണമായിക്കോട്ടെ, അതിന്റെ പിന്നിലെ കാരണത്തിലേക്ക് പോയാൽ നമുക്ക് ഒരുപാട് ഡിബേറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ പോലും ഒരു രാജ്യത്തിന് ഒരു സെക്കൻഡ് നമ്മൾ ഉന്നയിക്കുന്ന വിഷയം E20യുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അങ്ങ് പറയുന്ന വിഷയം രാഷ്ട്രീയ വിഷയമായി തന്നെ ഈ ചർച്ചയിൽ ഒരു മിനിറ്റ് ഞാൻ അങ്ങിലേക്ക് വരാം. എന്താണ് ഈ E20 കൊണ്ടുള്ള പ്രശ്നം? എന്താണ് അതൊന്ന് പറയൂ. ശരി, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അത് നമുക്ക് ഒരുപാട് സമയമുണ്ടല്ലോ. അതായത് നമ്മളും എല്ലാവരും അതിനെപ്പറ്റി പഠിച്ചും മനസ്സിലാക്കിയും വരികയാണല്ലോ. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ ചർച്ചകൾ പോലും. അതായത് പെട്രോളിനകത്ത് കണ്ടാമിനേറ്റഡ് ഫ്യൂവൽ ഉപയോഗിച്ചാൽ അത് നമ്മുടെ, അതായത് ഫ്യൂവലിനകത്ത് അതായത് ഒരു പുറത്തുനിന്നുള്ളൊരു പദാർത്ഥം ഉപയോഗിക്കപ്പെട്ടാൽ അത് കണ്ടാമിനേറ്റഡ് ഫ്യൂവൽ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പെട്രോളിലേക്ക് 5%, 10%, 20% എത്തനോൾ മിക്സ് ചെയ്യുമ്പോൾ അതൊരു എത്തനോൾ എന്ന് പറയുന്ന ഒരു സ്റ്റേബിൾ കോമ്പൗണ്ട് അല്ല. അതായത് പെട്രോൾ പോലെ സ്ഥിരമായി നിൽക്കുന്ന ഒരു കോമ്പൗണ്ട് അല്ലാത്തത് കൊണ്ടും
ഒരു ഹൈഡ്രോഫോബിക് കോമ്പൗണ്ട് ആയതുകൊണ്ടും, എന്താണ് ഹൈഡ്രോഫോബിക് കോമ്പൗണ്ട്? അന്തരീക്ഷത്തിൽ ജലത്തെ വലിച്ചെടുക്കാൻ ശേഷിയുള്ള ഒരു കോമ്പൗണ്ട് ആയതുകൊണ്ടും സ്വാഭാവികമായും ടാങ്കിലും സ്റ്റോറേജിലും മറ്റും പുറത്തുള്ള ഈർപ്പം വലിച്ചെടുക്കുന്നത് മൂലം വെള്ളമായി അത് മിക്സ് ആവുകയും പെട്രോൾ വെള്ളം മിക്സ് കലങ്ങിക്കിടക്കുകയും ചെയ്യുന്നത് മൂലം അതിന്റെ എഞ്ചിന്, അതുപോലെ തന്നെ അതിന്റെ ഫ്യൂവൽ ടാങ്കിന്, അതുപോലെ തന്നെ മറ്റ് വാഹനത്തിന്റെ, പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്ത്യയിൽ 2023 ശേഷം മാത്രമേ, ഞാൻ വാങ്ങിച്ച വാഹനം പുതിയ വാഹനമാണ്, E20 പെട്രോൾ അടിക്കാൻ കഴിയുന്നതാണ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിലെ 70% വെഹിക്കിളും E20 എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ മിശ്രിതം അടിക്കത്തക്ക രീതിയിലുള്ള വാഹനമല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു നയരൂപീകരണം ഇന്ത്യയിൽ നടത്തുമ്പോൾ, ഞാൻ എത്തനോൾ വേണ്ടെന്നും പറയും, പക്ഷെ 10-15 വർഷം കഴിയുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ വണ്ടികളും എത്തനോൾ ആയിരിക്കും, സംശയമില്ല, അതൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഒരു ചെറിയ വാഹനത്തിൽ പരീക്ഷ തുടങ്ങിയതിന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നയരൂപീകരണം നടത്തി മുഴുവൻ വാഹനത്തിലേക്കും നിർബന്ധമായി ഇത് ചെയ്യണമെന്ന് അങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരു സുപ്രഭാതത്തിൽ പ്യുവർ പെട്രോൾ ലഭിക്കാതാവുകയും മുഴുവൻ വാഹനങ്ങളിലും എത്തനോൾ പെട്രോൾ അടിക്കേണ്ട സാഹചര്യം വരികയും ആ മുഴുവൻ വാഹനത്തിൽ മാർക്കറ്റിൽ ഓടുന്ന വാഹനങ്ങളിൽ വെറും 10-20% മാത്രം വെഹിക്കിൾ ഇതിന് അനുയോജ്യമായ രീതിയിൽ രൂപകൽപ്പനയും ചെയ്യുന്നു എന്ന് പറയുന്നതാണ് പ്രശ്നം. ഇതുമായി ബന്ധപ്പെട്ട് മാഡം സുപ്രീം കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി കൊടുത്തു ഈ വിഷയത്തിൽ. ആ ഹർജി തള്ളി. അത് തള്ളാനുള്ള കാരണം വളരെ സിമ്പിൾ ആണ്. ആ വിഷയത്തിൽ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളോ എത്തനോൾ ഉപയോഗിക്കുന്ന വണ്ടികളിൽ ഇന്ന പ്രശ്നം വരും എന്ന് കണ്ടല്ല സുപ്രീം കോടതി തള്ളിയത്. ഇതൊരു ഗവൺമെന്റ് നയരൂപീകരണമാണ്. ആ നയരൂപീകരണത്തിൽ ഞങ്ങൾ ഇപ്പോൾ ഇടപെടുന്നില്ല. കാരണം ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും മീഡിയയും മാറി നിൽക്കുന്ന ഒരു സാധനമാണ്. എക്സിക്യൂട്ടീവിന്റെ ഒരു നയരൂപീകരണത്തിൽ ജുഡീഷ്യറിയായി ഞങ്ങൾ ഇപ്പോൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല. നിങ്ങൾ പോയി, ഹർജിക്കാരോട് പറഞ്ഞത്, നിങ്ങൾ പോയി ഈ വിഷയത്തിൽ ശാസ്ത്രീയമായ സാഹചര്യങ്ങൾ കൊണ്ടുവന്നാൽ പരിഗണിക്കാമെന്ന് പറഞ്ഞാണ് തള്ളിയത്. അപ്പോൾ ഒരു നയം രൂപീകരിക്കുമ്പോൾ, ഭാരതത്തിൽ ഒരു നയം രൂപീകരിക്കുമ്പോൾ അവിടെയാണ് പ്രധാനപ്പെട്ട വിഷയം. ഇതിന്റെ സാധ്യത നമുക്ക് ഒരുപാടുണ്ടെന്നേ. ഇത്തനോൾ മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് സാധ്യതകളുണ്ട്. കർഷകർക്ക് മേന്മ കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മൾ വിദേശത്തു നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയുന്നു, നമ്മുടെ രാജ്യത്തെ പ്രകൃതിയുമായി ചേർന്ന് പോകുന്ന ഇന്ധനം